الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. الله سبحانه وتعالى പരിശുദ്ധ ദീനിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സീറത്തുൻ നബിയുടെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് സംസാരിച്ച് അവസാനിപ്പിച്ചിട്ടുള്ളത്. ആദ്യത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പുള്ള അറേബ്യയുടെ അവസ്ഥ, ജാഹിലിയ്യ കാലഘട്ടത്തെ സംബന്ധിച്ച്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും പ്രവാചകൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുമാണ്. അതേപോലെ പ്രവാചകൻ്റെ ഷമാഇലുകൾ, അതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സംസാരിച്ചത്. ഇനി നമുക്ക് നുബുവ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനമായ ചില ചർച്ചകളിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. 40ാമത്തെ വയസ്സിലാണ് വഹി ലഭിക്കുന്നത്. വഹി എന്ന് പറഞ്ഞാൽ സ്വകാര്യ സംഭാഷണം, അടക്കിപ്പിടിച്ചിട്ടുള്ള സംഭാഷണത്തിനും അതേപോലെ തന്നെ മറ്റാരും കേൾക്കാതെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് വഹി എന്ന് പറയുന്നത്. 40ാമത്തെ വയസ്സിൽ വഹി ലഭിക്കുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് ചില അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. എന്തിനാണ് ഈ അടയാളങ്ങളെന്ന് ചോദിച്ചാൽ, വഹി സ്വീകരിക്കാൻ പാകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരുവപ്പെടുത്തിയെടുക്കുകയായിരുന്നു അത്. വഹി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സാധാരണ ഒരു സ്വപ്നം പോലെയൊന്നുമല്ല. നമ്മൾ തന്നെയാണെങ്കിലും സാധാരണ ഒരു സ്വപ്നം കണ്ട് കുറച്ച് ഹാർഡായ വിഷയങ്ങളൊക്കെയാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ നമ്മുടെ ശരീരം വിയർക്കുകയും നമ്മൾ വല്ലാത്ത ഭാരം അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട്. അതിനേക്കാൾ ശക്തമാണ് വഹി എന്ന് പറഞ്ഞാൽ. വഹി ഇറങ്ങുമ്പോൾ പ്രവാചകൻ്റെ ശരീരം വല്ലാതെ ഭാരം വരുന്നതായി അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും ഉള്ളതായ പരുവം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ചില അടയാളങ്ങളാണ് ആരംഭത്തിലുണ്ടായത്. പെട്ടെന്നൊരു മലക്ക് മുമ്പിൽ വന്ന് നിന്നാൽ ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയവിഹ്വലനായി പോയേക്കാം. അതുകൊണ്ട് തന്നെ അടയാളങ്ങൾ കാണിച്ചു കൊടുത്തു. അതിൽ ഒന്നാമത്തെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്ന സ്വപ്നങ്ങളായിരുന്നു. പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണും. ഈ സ്വപ്നങ്ങളെല്ലാം പിന്നീട് സത്യമായി പുലരുകയും ചെയ്യും. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന ആയിഷത്ത സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്ത്, ആയിഷ ഉമ്മ പറയുകയാണ്, കാന അവ്വലമാ ബുദിഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറുയ സ്വാദിഖത്തു ഫിൻ നൗമി. സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി വഹി ഇറങ്ങുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് ആരംഭത്തിൽ ഉറക്കത്തിൽ സ്വപ്നം കാണുമായിരുന്നു. ലാ യറാ റുഇയ ഇല്ലാ ജാഅത്ത് മിസ്ല ഫലഖി സുബ്ഹി. ഏതൊരു സ്വപ്നം കണ്ടാലും അത് പ്രഭാതം വിരിയുന്നത് പോലെ അത് പുലർന്നതായി കാണാമായിരുന്നു. അപ്പോൾ സ്വപ്നം കാണുന്നതെല്ലാം പിന്നീട് സത്യമായി പുലരുന്നതായി കാണാം. അങ്ങനെ കാണുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനമായ കുറേ വിഷയങ്ങളുണ്ട് അതിൽ. ഒന്നാമത്തെ കാര്യം, സ്വപ്നം എന്ന് പറയുമ്പോൾ നബിമാരുടെ സ്വപ്നം അത് മുഴുവനും വഹിയായിരിക്കും. വഹിയല്ലാത്ത സ്വപ്നങ്ങൾ പ്രവാചകന്മാർക്കില്ല. അവർ സാധാരണ നമ്മൾ കാണുന്നത് പോലെയുള്ള സ്വപ്നങ്ങളല്ല കാണുന്നത് എന്നുള്ളതാണ്. എല്ലാ നബിമാരുടെയും എല്ലാ പ്രവാചകന്മാരുടെയും അവസ്ഥ അതാണ്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്, റുഇയൽ അംബിയാഇ വഹിയുൻ, അംബിയാക്കളുടെ സ്വപ്നങ്ങൾ അത് വഹിയാണ്.
അതിന് തെളിവായി പറയുന്നത് വിശുദ്ധ ഖുർആനിലെ പല സംഭവങ്ങളുമാണ്. 12-ാം അധ്യായം സൂറത്ത് യൂസുഫിൻ്റെ 4-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഇദ് ഖാല യൂസുഫു ലി അബീഹി, യൂസുഫ് തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം, യാ അബത്തി, പ്രിയപ്പെട്ട പിതാവേ, ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. ഞാൻ 11 നക്ഷത്രങ്ങളെ സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും അവയെല്ലാം എനിക്ക് പ്രണമിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പിതാവിനോട് പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്. പിന്നീട് ആ അധ്യായത്തിൽ തന്നെ 100-ാം വചനത്തിൽ പറയുന്നുണ്ട്, യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി വരുന്നുണ്ട്. സൂറത്ത് യൂസുഫിനൊരു പ്രത്യേകതയുണ്ട്. സൂറത്ത് യൂസുഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1-ാമത്തെ ആയത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ സംബന്ധിച്ചാണ് ഏറ്റവും അവസാനത്തെ വരിയിൽ പറഞ്ഞിട്ടുണ്ടാകുക. 2-ാമത്തെ ആയത്തിൽ പറഞ്ഞത് എന്താണോ അതിനെ സംബന്ധിച്ചാണ് ഏറ്റവും അവസാനത്തെ വരിയുടെ തൊട്ട് മുകളിലത്തെ. താഴേന്ന് 1 മുതൽ എണ്ണുന്നത് പോലെയാണ് മോളിൽ നിന്ന് 1 മുതൽ എണ്ണൽ. അങ്ങനെ വരുമ്പോൾ സെൻറ്ററിൽ വരുന്ന ആയത്ത് ഇതിൻ്റെ എല്ലാം ഒരു റിസൾട്ടായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും 100-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വറഫഅ അബവൈഹി അലൽ അർശി വഖറു ലഹു സുജ്ജദ. ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവും സഹോദരങ്ങളെല്ലാം വന്നപ്പോൾ അദ്ദേഹം പിതാവിനെ ഒരു സിംഹാസനത്തിൽ ഇരുത്തി കഴിഞ്ഞപ്പോൾ പിതാവും ഈ ആളുകളെല്ലാവരും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രണമിച്ചു. ആ പ്രണമിച്ചത് കണ്ടപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, യാ അബത്തി, പ്രിയപ്പെട്ട പിതാവേ, ഹാദാ തഅ്വീലു റുഇയായ മിൻ ഖബ്ലു, മുമ്പ് ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ വിശദീകരണമാണ്, അത് പുലർന്നിരിക്കുന്നു എന്ന്. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സ്വപ്നമാണ്, ആ സ്വപ്നം പുലർന്നിരിക്കുന്നു. അപ്പോൾ പ്രവാചകന്മാർ കാണുന്ന സ്വപ്നം ഒരിക്കലും അത് പാഴായി പോവുകയില്ല, അത് പുലരും എന്നുള്ളതാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി കഴിഞ്ഞപ്പോൾ മദീനയിൽ വെച്ച് ഒരു സ്വപ്നം കണ്ടുകയുണ്ടായി. എന്താണ് ആ സ്വപ്നം? മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മടങ്ങി വരികയും അവിടെ വെച്ച് ഉംറ നിർവഹിക്കുകയും ചില ആളുകൾ ഉംറ കഴിഞ്ഞപ്പോൾ തലമുണ്ടനം ചെയ്തു, തല വടിച്ചു. ചില ആളുകൾ മുടി വെട്ടുകയും ചെയ്തു. ഇത് സ്വപ്നം കണ്ടു. ഇത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഉടനെയാണ് ആ കാണുന്ന സ്വപ്നം. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏകദേശം 1400-ൽ പരം സഹാബികളും മക്കയിലേക്ക് വന്നു. പക്ഷേ അവർക്ക് ഉംറ നിർവഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ഹുദൈബിയ സന്ധി കരാർ എഴുതി ഒപ്പിട്ടിട്ട് മടങ്ങിപ്പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മക്കയിലേക്ക് തിരിച്ചു വന്നു, ഉംറ നിർവഹിച്ചു. ആ സമയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹിന്റെ 27-ാമത്തെ വചനം അവതരിച്ചു. ലഖദ് സദഖല്ലാഹു ഹറാം. അല്ലാഹു റസൂലിന് കാണിച്ച സ്വപ്നം സത്യമായി പുലർന്നിരിക്കുന്നു. ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിങ്ങൾ പ്രവേശിക്കും എന്ന സ്വപ്നം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ, ആമിനീന, നിർഭയരായിക്കൊണ്ട്, മുഹല്ലിഖീന റൂസഹും, തലമുണ്ഡനം ചെയ്തവരായിക്കൊണ്ട്, വമുഖസ്സിരീന, തലമുടി വെട്ടിയവരായിക്കൊണ്ടും. കണ്ടാ, അപ്പം തലമുടി വെട്ടിയവരായും തല വടിച്ചവരായും ആളുകൾ മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കുന്നതായി റസൂലുള്ളാഹി സ്വപ്നം കണ്ട ആ സ്വപ്നം പുലർന്നിരിക്കുന്നു എന്ന്. ഇപ്പോൾ പ്രവാചകന്മാരുടെ സ്വപ്നത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഇങ്ങനെയാണ്, ഇപ്രകാരമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ബൈനമാ അന നാഇമുൻ, ഒരു പ്രസിദ്ധമായൊരു സംഭവമാണ്. ബൈനമാ അന നാഇമുൻ, ഞാൻ ഉറങ്ങുകയായിരുന്നു. ഞാൻ ഉറങ്ങുമ്പോൾ റഅയ്തു ഫീ യദയ്യ സിവാറൈനി മിൻ ദഹബിൻ, സ്വർണത്തിൻ്റെ 2 വളകൾ എൻ്റെ കൈകളിൽ ഞാൻ കണ്ടു. സ്വപ്നമാണ് കാണുന്നത്. ഫഅഹമ്മനി ശഅ്നുഹുമ, അതിങ്ങനെ സ്വർണത്തിൻ്റെ വളയൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായി. പ്രവാചകനാണല്ലോ, പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പോലും പ്രവാചകനിൽ ഉണ്ടാകാൻ പാടില്ല, പ്രവാചകൻ ഇഷ്ടപ്പെടുകയില്ല.
ഫഊഹിയ ഇലയ്യ ഫിൽ മനാമി അനിൻഫുഹുമാ, എനിക്ക് സ്വപ്നത്തിൽ വഹി നൽകി അതിൻ്റെ മുകളിലേക്ക് ഊതുവാൻ. ഫനഫഖതുഹുമാ, അപ്പം ഞാൻ അങ്ങനെ ഊതി. ഫതാറ, അപ്പോൾ അതെല്ലാം മാഞ്ഞുപോയി. ഫഅവ്വൽതുഹുമാ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, അതിൻ്റെ തഅ്വീൽ, അതിൻ്റെ വിശദീകരണം കിട്ടി. എന്താണ് വിശദീകരണം? കദ്ദാബൈനി യഖ്റുജാനി ബഅദി, എനിക്ക് ശേഷം രണ്ട് കള്ളന്മാർ വരാനുണ്ട്. ആ രണ്ട് വളയുടെ അടയാളം, രണ്ട് കള്ളന്മാർ വരാനുണ്ട്. ഫകാന അഹദുഹുമാ അൽ അനസി, അതിൽ ഒരാൾ അനസിയാണ്. അൽ അസ്വദുൽ അനസി എന്ന പേരിൽ അറിയപ്പെടുന്ന യമൻകാരനാണ്. രണ്ടാമത്തെ ആള് മുസൈലിമത്തുൽ കദ്ദാബാണ്. അസ്വദുൽ അനസിയും മുസൈലിമത്തുൽ കദ്ദാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വന്ന കള്ളപ്രവാചകന്മാരാണ്. അസ്വദുൽ അനസീനെ നബിയുടെ കാലഘട്ടത്തിൽ തന്നെ വധിച്ചു. മുസൈലിമത്തുൽ കദ്ദാബ് പിൽക്കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായതിനു ശേഷം ആണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം പോയിട്ട് യുദ്ധം ചെയ്യുന്നത്. മുസൈലിമത്തുൽ കദ്ദാബിനോട് യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ കള്ളത്തരീക്കത്തുകാരുടെ കൂടെയുള്ള 14 ആൾക്കാരല്ല, 2 ലക്ഷത്തിലധികം സൈന്യമുണ്ടായിരുന്നു മുസൈലിമത്തുൽ കദ്ദാബിന്. അത്രയും വലിയ വമ്പിച്ച സൈന്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 2 കള്ളപ്രവാചകന്മാരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള മുന്നറിയിപ്പാണ്. അത് ഊതിയപ്പോൾ അത് മാഞ്ഞുപോയി. പിൽക്കാലഘട്ടത്തിൽ ഈ 2 കള്ളപ്രവാചകന്മാരെയും മുസ്ലിം സൈന്യം ഇല്ലാതെയാക്കുകയും ചെയ്തു. അപ്പൊ സ്വപ്നവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഒന്നാമത്തെ കാര്യം, പ്രവാചകന്മാർക്ക് ഇറങ്ങുന്ന എല്ലാ സ്വപ്നങ്ങളും വഹ്യാണ്. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും പ്രവാചകന്മാർ പാഴായ സ്വപ്നം കാണുകയില്ല. നമ്മളൊക്കെ കാണുന്ന സ്വപ്നങ്ങൾ പാഴ്ക്കിനാവുകളുണ്ടാവും, പേക്കിനാവുകളൊക്കെ ഉണ്ടാവും. എന്നാൽ പ്രവാചകന്മാർക്ക് അതില്ല. ഖാല ഇബ്നു ഖയ്യിം റഹിമഹുമുള്ള, അദ്ദേഹം ഇബ്നു ഖയ്യിം റഹിമഹുമുള്ള പറയുകയാണ്, വറുഇയൽ അംബിയാഇ വഹ്യുൻ, അംബിയാക്കളുടെ സ്വപ്നങ്ങൾ മുഴുവനും വഹിയാണ്. ഫഇന്നഹാ മഅ്സൂമത്തുൻ മിനശ് ശൈത്താനി, അവർ പിശാചിൽ നിന്നും സുരക്ഷിതരാണ്. അതിന് തെളിവായിട്ട് അദ്ദേഹം പറയുന്നത്, വഹാദാ ബിത്തിഫാഖുൽ ഉമ്മ, ഇത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഏകകണ്ഠേനയുള്ള ഇത്തിഫാക്കായ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. വലിഹാദ, അതുകൊണ്ടാണ് തെളിവ് പറയാൻ, അഖ്ദമൽ ഖലീലു അലാ ദബ്ഹി ഇബ്നിഹി ഇസ്മായിൽ അലൈഹിമുസ്സലാം, ഇസ്മായിൽ നബിയെ അറക്കാൻ ഇബ്രാഹിം നബി തയ്യാറായത്. ഇബ്രാഹിം നബി സ്വപ്നം കാണുകയാണല്ലോ ചെയ്തത്. ഫലമ്മ ബലഗ മഅഹു സഅയ, അദ്ദേഹത്തിന് സഅയിനുള്ള, സഅയ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള പ്രായമാകുക എന്നർത്ഥം. ഒരു കുട്ടിയുടെ സഅയിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ ടീനേജ് ആരംഭിക്കലാണ്. 3 ഘട്ടങ്ങൾ വരുന്നുണ്ട്. ഒരു ജനിച്ച അവിടെ മുതൽ 7 വയസ്സ് വരെയുള്ള ഒരു പ്രായം, 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലം. ആ 12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 13 വയസ്സ് മുതൽ സഅയാണ്, ടീനേജ് പ്രായമാണ്. 13 മുതൽ 19 വരെയുള്ള ടീനേജ് കാലം. ആ ടീനേജ് കാലത്തിലേക്ക് പ്രവേശിക്കലാണ് സഅയ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, മകനോട് പറഞ്ഞു, ഇന്നി അറാ ഫിൽ മനാമി അൻ അദ്ബഹുക, ഞാൻ ഉറക്കത്തിൽ നിന്നെ അറക്കുന്നതായി സ്വപ്നം കണ്ടു. ഫൻദുർ മാദാ തറ, നിന്റെ അഭിപ്രായം ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ്റെ സ്വപ്നം ഒരു പാഴ്ക്കിനാവൊക്കെ ആണെങ്കിലും മോന് വേണ്ടി പറയാം, ഉറക്കത്തിൽ ഇപ്പം കണ്ട ഒരു പേക്കിനാവാണത്, അതിൻ്റെ പേരിൽ പിന്നെ ഇറക്കാനൊന്നും പറ്റില്ല എന്ന് പറയാം. പക്ഷെ മകൻ പറഞ്ഞത്, യാ അബതി ഫഅൽ മാ തുഅ്മർ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ചെയ്യുക. കാരണം സ്വപ്നത്തിൽ കൽപ്പന വന്നു, അത് പാഴായിട്ട് ഒരിക്കലും പോവുകയില്ല. അവിടെ നമ്മൾക്ക് സ്വപ്നവുമായി ബന്ധപ്പെട്ട് പ്രവാചകന്മാർ അല്ലാത്തവരുടെ സ്വപ്നങ്ങളെയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകന്മാർ അല്ലാത്തവരുടെ സ്വപ്നത്തെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ 7017 നമ്പറായും, ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ 6042 നമ്പറായിട്ടും ഈ സ്വപ്നത്തെ വിഭജിച്ച ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത് അർറുയ സലാസത്തുൻ, സ്വപ്നങ്ങൾ 3 ഇനമാണ്. ഒന്നാമത്തേത് ഹദീസുൻ നഫ്സ്,
സ്വന്തത്തോട് മനുഷ്യർ സംസാരിക്കുന്ന സ്വപ്നം. അതായത് നമ്മൾ പകല് ജീവിച്ചിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ടാകും, പല തർക്കങ്ങളും വർത്തമാനങ്ങളും, പിന്നെ ചില കാര്യങ്ങൾ പ്രതികരിക്കാൻ പറ്റാതെ മനസ്സിൽ അടക്കി പിടിച്ചതൊക്കെ ഉണ്ടാകും. അതിലേതെങ്കിലും ഒന്ന് പാതിരാത്രിക്ക് ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും? സ്വപ്നത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും നമുക്ക്. അത് നമ്മളോട് നമ്മുടെ ഉപബോധ മനസ്സും ബോധ മനസ്സും തമ്മിലുള്ളതായ ചില വിഷയങ്ങളാണത്. അതൊരു സാധാ സ്വപ്നം. വേണമെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, ഒരു വഴുക്കിനാവ് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിൽ കഴിഞ്ഞു പോയി, അതല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്യാനിരിക്കുന്നൊരു കാര്യം. നാളെ നമ്മളൊരു ടൂറ് പോവുകയാണ്, അല്ലെങ്കിൽ നാളൊരു പ്രധാനപ്പെട്ടൊരു കല്യാണമുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. കിടന്നുറങ്ങിയപ്പോൾ നമ്മൾ ആ കല്യാണത്തിൽ പോയതും ബിരിയാണി തിന്നതും അവിടുത്തെ സുഹൃത്തുക്കളെ കണ്ടതൊക്കെ സ്വപ്നത്തിൽ കണ്ടെന്നിരിക്കാം. അത് ബോധ മനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ളതായ വിഷയമാണ്. അങ്ങനത്തെ ഒരു സ്വപ്നമുണ്ട്. രണ്ടാമത്തേത് ഷെയ്ത്താനിൻ്റെ പേടിപ്പെടുത്തൽ. അത് മുമ്പ് നമ്മൾ ഇത് വായിച്ചപ്പോഴും പറഞ്ഞല്ലോ, പ്രവാചകന്മാർ ഷെയ്ത്താനെ തൊട്ട് സുരക്ഷിതരാണെന്ന് പറഞ്ഞല്ലോ. ഷെയ്ത്താനിൻ്റെ പേടിപ്പെടുത്തൽ ഉണ്ടാവില്ല പ്രവാചകന്മാർക്ക്, പക്ഷെ നമുക്കുണ്ടാകും. അതാണ് ഞാൻ ഈ പറഞ്ഞ പാഴ്ക്കിനാവും ദുസ്വപ്നങ്ങളും എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ പേരിൽ നമ്മൾ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളത് നമുക്ക് വിശദീകരിക്കണം. മൂന്നാമത്തേത് അല്ലാഹുവിൽ നിന്നുള്ള സന്തോഷകരമായ സ്വപ്നങ്ങൾ. ഇങ്ങനെ 3 തരം സ്വപ്നങ്ങളുണ്ട്. അത് തന്നെയാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും. ഞാനത് ആവർത്തിച്ച് വായിക്കുന്നില്ല. അവിടെ നമ്മൾ അറിയേണ്ടത് മൂന്നാമത് പറഞ്ഞ സ്വപ്നം, നല്ല സ്വപ്നങ്ങൾ, അത് പ്രവാചകത്വത്തിൻ്റെ ശേഷിപ്പുകളാണ്. ലോകത്ത് നുബുവത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവസാനിച്ചു. ആ വഹി ഇറങ്ങുന്നില്ല ഇനി. ജിബ്രീൽ അലൈഹിസ്സലാം ആ ഒരു മനുഷ്യനിലേക്ക് നേരിട്ട് വഹി ഇറക്കി കൊടുക്കുന്ന അതും അതേപോലെയുള്ളതായ അനുബന്ധമായിരിക്കുന്ന വഹികളും എല്ലാം അവസാനിച്ചു. എന്നാൽ വഹീൻ്റെ ശേഷിപ്പായിട്ട് ഇന്നും ഉള്ളത് നല്ല സ്വപ്നങ്ങളാണ്. നല്ല സ്വപ്നങ്ങളെ വഹിയായിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ തെളിവെന്താണ്? വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിൻ്റെ 62 മുതൽ 64 വരെയുള്ള വചനങ്ങളിൽ അതിൻ്റെ ഒരു തെളിവ് പറയുന്നുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയുക, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്ക് ഭയമോ ദുഃഖമോ ബാധിക്കുകയില്ല. അള്ളാഹിൻ്റെ ഔലിയാക്കൾക്ക് എല്ലാവരും അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരാണ്. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ ആരാണെന്ന് പറയുന്നുണ്ട്. അല്ലദീന ആമനു വക്കാനു യത്തഖൂൻ, ഈമാൻ കൊള്ളുകയും തഖ്വയോടെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ. അത് നമ്മളൊക്കെ ഈമാനുള്ളവരും തഖ്വയുള്ളവരുമാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഭാവമുള്ള ആളുകളാണ് എങ്കിൽ എല്ലാ മുഅ്മിനുകളും അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരാണ്. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക ഒരു കുപ്പായ ഒരാൾക്ക് ഇസ്ലാം തുന്നിക്കൊടുത്തിട്ടില്ല. ഒരാൾ ഔലിയാണ് എന്നുള്ളത് അയാൾക്ക് പോലും അറിയില്ല, പിന്നെ എങ്ങനെ നാട്ടുകാരറിയാം? നമ്മുടെ നാട്ടിൽ മൂപ്പര് ഔലിയാണെന്ന് മൂപ്പരും അറിയും, നാട്ടുകാരും അറിയും. സ്റ്റേജിലൊക്കെ ഇരുന്നിട്ട് ഉസ്താദുമാർ പറയാറില്ലേ, ബഹുമാനപ്പെട്ട വലിയുള്ള അവിടെ ഇരിപ്പുണ്ടെന്ന്. മൂപ്പര് തലയാളിക്ക് സമ്മതിക്കുകയും ചെയ്യും, ഞാൻ വലിയാണെന്ന് സമ്മതിക്കുകയും ചെയ്യും. ഒരിക്കലും ഒരു അയാൾ വലിയാണെന്ന് അയാളും അറിയില്ല, നാട്ടുകാരും അറിയില്ല. പിന്നെ അയാൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ വലിയാണ് എന്ന് അയാളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആദരവുകൾ കൊടുക്കും അയാൾക്ക്. അയാൾ പോലും അറിയേണ്ടത് എന്താണെന്നറിയില്ല, പെട്ടെന്ന് അങ്ങനെ ഉണ്ടായെന്നൊക്കെ പറയും. അതിനാണ് ഈ കറാമത്ത് എന്ന് പറയുന്നത്. കറാമത്ത് എന്ന് പറഞ്ഞാൽ ആദരവാണ്. അതൊരിക്കലും ഇതുപോലെ മുഅ്ജിസത്ത് പോലെയല്ല. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വത്തെ മറ്റ് ആളുകളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള അത്ഭുത അമാനുഷികമായ കാര്യങ്ങളാണ് മുഅ്ജിസത്ത്. ഒരു മുഅ്ജിസത്ത് പ്രവാചകനിൽ ഉണ്ടായാൽ ആ മുഅ്ജിസത്തിനെ ജനങ്ങളുടെ മുമ്പിൽ ഫലിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. അത് പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഒരാൾക്കൊരു കറാമത്ത് ഉണ്ടായാൽ അത് നാട്ടുകാരുടെ മുമ്പിൽ പറയേണ്ട ആവശ്യമില്ല, പറയാൻ പാടില്ല എന്നുള്ളതാണ്. അത് അള്ളാഹു അയാൾക്ക് നൽകിയ ആദരവാണ്. ഇത് രണ്ട് കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ രണ്ടും കൂടെ ഒന്നാക്കിയിട്ട് പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തുള്ളത് പോലെ തന്നെ ഔലിയാക്കൾക്ക് കറാമത്തുമുണ്ട്. അപ്പോൾ പ്രവാചകന്മാരുടെ മുഅ്ജിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹിനോട് ചോദിക്കാമെന്ന് പറഞ്ഞ പോലെ ഔലിയാക്കന്മാരുടെ കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കാമെന്നുള്ളതിലേക്ക് എത്തി. വലിയ ഒരു കൂട്ടിമാറ്റാണ് ഉണ്ടായിട്ടുള്ളത്. അതുമൂലമാണ് മുസ്ലിം ഉമ്മത്ത് ശിർക്കിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞു പോയതെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം.
എന്തായാലും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയമോ ദുഃഖമോ ഉണ്ടാകില്ല. അവർ ഈമാനും തഖ്വയും ഉള്ളവരുമായിരിക്കും. ഈമാനും തഖ്വയും നിലവിൽ ഈ പറയപ്പെട്ട ഔലിയാക്കന്മാർക്കുണ്ടോ എന്നുള്ളതൊക്കെ പിന്നീട് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും അള്ളാഹു പറയുന്നു, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ലോകത്ത് അവർക്ക് സന്തോഷമുണ്ടാകും, സന്തോഷ വാർത്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം തിർമിദി അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അദ്ദേഹം പറയുകയാണ്, സഅൽതു അബൂദർദാ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ കൂട്ടത്തിലെ പ്രമുഖ സഹാബിയാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ഞാൻ ഈ ആയത്തിനെ സംബന്ധിച്ച് ചോദിച്ചു. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ, അവർക്ക് ഭൗതിക ലോകത്ത് സന്തോഷ വാർത്തകൾ ഉണ്ട് എന്ന ആ ആയത്തിനെ സംബന്ധിച്ച് അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ സഅലനി അൻഹാ അഹദുൻ മുൻദു സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിനെ പറ്റി ഞാൻ റസൂലിനോട് ചോദിച്ചിരുന്നു. അത് ചോദിച്ചതിന് ശേഷം ഇന്ന് വരെയും ആ ആയത്തിനെ പറ്റി ഒരാളും എന്നോട് ചോദിച്ചിട്ടില്ല. അത് നിങ്ങളാണ് ആദ്യമായിട്ട് ചോദിക്കുന്ന ആള്. ഞാൻ റസൂലിനോട് ഇത് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ സഅലനി അൻഹാ അഹദുൻ ഗൈറുക മുൻദു ഉൻസില. ഈ ആയത്ത് ഇറങ്ങിയത് മുതൽ ഇതുവരെയും ഇതിനെപ്പറ്റി ഒരാളും എന്നോട് ചോദിച്ചിട്ടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ എന്താണ് ആ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഫഹിയ അർറുയ സ്വാലിഹത്തു യറാൽ മുഅ്മിനു, മുഅ്മിൻ കാണുന്ന നല്ല സ്വപ്നങ്ങളാണ്. നല്ല സ്വപ്നങ്ങൾ മുഅ്മിനീങ്ങൾക്കുണ്ടാകും എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇനി അതിലേക്കുള്ള ചില ഹദീസുകൾ കൂടെ വായിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം യബ്ഖ മിനൻ നുബുവത്തി ഇല്ലൽ മുബശ്ശിറാത്തു, നുബുവത്തിൽ നിന്ന് ചില വർത്തമാനങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങളാണ് ബാക്കിയായിട്ടുള്ളത്. സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, വമൽ മുബശ്ശിറാത്തു, എന്താണ് ഈ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറുയ സ്വാലിഹത്തു, നല്ല സ്വപ്നങ്ങളാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന റിസാലത വന്നുബുവത ഖദ് ഇൻഖതഅത്, റിസാലത്തും നുബുവത്തും മുറിഞ്ഞു, അവസാനിച്ചു. എന്താ റിസാലത്ത്, എന്താ നുബുവത്ത്? റിസാലത്ത് നുബുവത്ത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. 1,24,000-ഓളം അമ്പിയാക്കൾ ഉണ്ടായിട്ടുണ്ട്, നബിമാരുണ്ടായിട്ടുണ്ട്. നബിമാർ മുഴുവനും നുബുവത്ത് കിട്ടിയ ആളുകളാണ്. അവരാരും റിസാലത്ത് കിട്ടിയ ആളുകൾ എല്ലാവരും ഇല്ല. എന്നാൽ 300-ൽ പരം, 400-ൽ താഴെയായി റസൂലുമാർ അവരുടെ കൂട്ടത്തിലുണ്ട്. അവരെല്ലാം റിസാലത്ത് കിട്ടിയ ആളുകളാണ്. അപ്പോൾ അവര് എല്ലാ റസൂലുമാരും നബിമാരാണ്. എന്നാൽ എല്ലാ നബിമാരും ആരല്ല? റസൂലുമാരല്ല. നുബുവത്ത് ലഭിക്കുമ്പോൾ അതിന് പ്രത്യേക മാനദണ്ഡങ്ങളില്ല. അള്ളാഹു തിരഞ്ഞെടുത്തത് ഒരു പക്ഷേ നിലവിലുള്ള റസൂലുമാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അവർക്ക് സഹായമാകാൻ വേണ്ടിയൊക്കെ നബിമാരെ അള്ളാഹു തആല അയക്കും. അതല്ലെങ്കിൽ മുമ്പൊരു റസൂല് വന്നു പോയിട്ടുണ്ടാകും. ആ റസൂല് പഠിപ്പിച്ച കാര്യങ്ങളെ പിന്നീടുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നബിമാരെ അയക്കും. നബി എന്ന് പറഞ്ഞാൽ ആ നബിക്ക് പ്രത്യേകമായ കിതാബോ പ്രത്യേകമായ ശരീഅത്തോ ഉണ്ടാകില്ല. എന്നാൽ റസൂലിന് അങ്ങനെയല്ല. റസൂലിന് പ്രത്യേകമായ ശരീഅത്ത് ഉണ്ടാകും, പ്രത്യേകം ചിലപ്പോൾ കിതാബുകളോ ഏടോ ഏതെങ്കിലും ഒന്നുണ്ടാകും. മുമ്പ് വന്നു പോയ റസൂലിൻ്റെ ശരീഅത്ത് ആയിക്കൊള്ളണമെന്നില്ല പിൽക്കാലഘട്ടത്തിൽ വരുന്ന റസൂലിൻ്റെ ശരീഅത്ത്. അത് തമ്മിൽ വ്യത്യാസം ഉണ്ടാകാം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശരീഅത്തല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. ആ ശരീഅത്തും ഈ ശരീഅത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലെ നിയമമല്ലല്ലോ പിൽക്കാലഘട്ടത്തിൽ. സഹോദരിയെ വിവാഹം കഴിക്കാമായിരുന്നു ആദം നബിയുടെ കാലഘട്ടത്തിൽ. പിൽക്കാലഘട്ടത്തിൽ അത് പറ്റുമോ? ഇല്ല. അപ്പം ശരീഅത്തിൽ മാറ്റമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്കെല്ലാവർക്കും വ്യത്യസ്തമായ ശരീഅത്തുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അഖീദയിൽ മാറ്റം ഉണ്ടാവില്ല.
അഖീദ എന്നും എല്ലാവരുടെയും ഒന്ന് തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് അഖീദ. അതെല്ലാ കാലഘട്ടത്തിലും ഒന്നാണ്. അപ്പോൾ നുബുവത്തും റിസാലത്തും അവസാനിച്ചു. ഫലാ റസൂല ബഅദി വലാ നബിയ്യ, എനിക്ക് ശേഷം റസൂലുമില്ല, എനിക്ക് ശേഷം നബിയുമില്ല. ഈ ഒരു വാക്ക് കൊണ്ടുള്ള എഫക്റ്റ് എത്രമാത്രം ഉണ്ടെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വാക്കൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആയുധമാണ്. കാരണം എനിക്ക് ശേഷം നബിയില്ല, റസൂലില്ല എന്ന് അന്ന് പ്രസ്താവിച്ചത് കൊണ്ട് പിൽക്കാലഘട്ടത്തിൽ റസൂല് വാദിച്ചിട്ട് എല്ലാ ആൾക്കാരും വന്നില്ല. മുസ്ലിമത്തുൽ കദ്ദാബൊക്കെ വന്നപ്പോഴും അതൊക്കെ അസ്തമിച്ചു. 30ഓളം കള്ളപ്രവാചകന്മാർ വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മുടെ കാലഘട്ടത്തിലും ഒന്നും ആരും വാദിക്കുന്നില്ല. റസൂൽ റിസാലത്ത് വാദിക്കുന്നില്ലല്ലോ. വാദിക്കാൻ പറ്റിയ ഏറ്റവും വലിയ വാദം എന്താണ്? വലിയ വാദമാണ്. പിന്നെ ആ വലിയന് കുറെ പദവികൾ കൊടുത്തു. അഖ്താബിങ്ങൾ, കുത്തുബ്, അതേപോലെ അബ്ദാലിങ്ങൾ, പിന്നെന്താ ഗൗസ്, അങ്ങനെ കുറെ പേരുകൾ കൊടുത്തു. അതൊക്കെ അവരുണ്ടാക്കിയതാണ്. റസൂലാണ് വാദിക്കാൻ ഒരു പഴുതില്ല. ഇപ്പൊ ഉള്ള ആളെപ്പറ്റി തന്നെ എന്താ പറയണത്? അദ്ദേഹം റസൂലാണ് എന്ന് അവരുടെ ഉള്ളിലുണ്ട്, പക്ഷെ പറയാൻ പറ്റൂല, നാവുകൊണ്ട് പറയുന്നില്ല. ലോകത്ത് അങ്ങനെ ആരും അടുത്ത കാലഘട്ടത്തിലൊന്നും പറഞ്ഞില്ല. മുമ്പൊരു ആള് കാസർഗോഡ് ജില്ലയിലെ മുഗ്രാൽ എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാനിത് പറയുന്നത് 1950 60 ഇടയിലുള്ള ഒരു കാലഘട്ടമാണ്. അന്നത്തെ ഒരു സംഭവം എൻ്റെ ഒരു ഉസ്താദ് പറഞ്ഞിട്ടുള്ള അറിവാണ്. അന്ന് കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാലിൽ അന്ന് നമ്മുടെ പള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ ഓടിട്ട് തട്ടുകളായിട്ടുള്ള പള്ളികളാണല്ലോ. ഞാൻ ഈ പള്ളിയൊക്കെ കണ്ടിട്ടില്ലേ, തട്ടുകളായിട്ടുള്ള പള്ളികൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു ചെറിയൊരു റൂമുണ്ടാവും, പുറത്തേക്ക് ആയിട്ടൊരു റൂമുണ്ടാവും. ജിന്ന് വരാന്നൊക്കെ പറയും. വെറുതെ പറയണുണ്ട്, അത് ജിന്ന് വരെയാണ്, ജിന്നുള്ള വരെയൊന്നും അല്ലത്. അതങ്ങനെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ചെറിയൊരു റൂമായിരിക്കും അത്. ഇങ്ങനെ ഇരിക്കുന്ന ആ ഭാഗത്ത് ഏതൊരു വിരുദ്ധൻ അതിൻ്റെ ഉള്ളിൽ കയറി ഒരു വ്യാഴാഴ്ച ദിവസം രാത്രി അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന്. വെള്ളിയാഴ്ച ജനങ്ങളെല്ലാം മസ്ജിദിലേക്ക് വന്നപ്പോൾ ആളുകളോട് പറഞ്ഞു, ഞാൻ അള്ളാൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിലൊക്കെ കാസർഗോഡ് ജില്ലയിലത്തെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ, അന്നത്തെ ചെറിയ ചെറിയ പത്രങ്ങളിലൊക്കെ ഇത് വാർത്തയായിട്ട് വന്നിരുന്നു. ആളുകൾ രണ്ട് തട്ടിലായി. കുറേ ആൾക്കാർ പറഞ്ഞു അദ്ദേഹം അള്ളാൻ്റെ റസൂൽ ആയിക്കൂടെ, കാരണം ഇനിയൊരു റസൂൽ വരാനുണ്ടല്ലോ, ഈസാ അലൈഹി ഇസ്ലാം വരാനുണ്ട്. ഈസാ നബി ഒരു മസ്ജിദിൻ്റെ മിനാരത്തിൽ ഇറങ്ങുമെന്നാണ് ഹദീസിലുള്ളത്. നമ്മുടെ പള്ളിക്ക് മിനാരമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഉള്ള സ്ഥലത്ത് ഇറങ്ങി. അതുകൊണ്ട് അദ്ദേഹം റസൂലായിക്കൂടെ എന്ന് ചില ആൾക്കാർ വാദിച്ചു. എന്തായാലും നാട്ടിൽ രണ്ട് കക്ഷിയായി. കക്ഷിയാകാൻ അധികം നേരൊന്നും വേണ്ട. നാട്ടിൽ വിവാദങ്ങളായി, തമ്മിലടിയായി, റസൂൽ ഫാൻസ് അസോസിയേഷൻ ഉണ്ടായി, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ഇത് അവസാനിക്കാതെ വന്നു. അപ്പോൾ ആ നാട്ടിലൊരു വിദ്വാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, കവുങ്ങുണ്ടായിരുന്നു ഈ പള്ളിയുടെ മോളിനോട് ചേർന്ന് കവുങ്ങുമ്മ കൂടെ പൊത്തിപ്പിടിച്ച് പിറ്റത്തെ വ്യാഴാഴ്ച, ഒരാഴ്ച നീണ്ടുന്നു, പിറ്റത്തെ വ്യാഴാഴ്ച കവുങ്ങുമ്മ കൂടെ പൊത്തിപ്പിടിച്ചിട്ട് പള്ളിയുടെ മോളിൽ കയറി, ഓടിൻ്റെ മോളിൽ കയറി പൊത്തിരുന്നു. ആൾക്കാർ പള്ളിയിലേക്ക് വന്നപ്പോൾ പറഞ്ഞ്, ഞാൻ അള്ളയാണ്. ഇയാൾ പറഞ്ഞു, ഞാൻ അള്ളയാണ്, താഴെ ഇരിക്കുന്ന റസൂലിനെ ഞാൻ നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഇന്ന് സമൂഹത്തിൻ്റെ ഇടയിൽ വരാത്തതിൻ്റെ പ്രധാനമായ കാരണം ഈ ഹദീസാണ്. ഫലാ റസൂല ബഅദി വലാ നബിയ്യ, എനിക്ക് ശേഷം റസൂലുമില്ല, എനിക്ക് ശേഷം നബിയുമില്ല. ലാക്കിന്നിൽ മുബശ്ശിറാത്തു, പക്ഷേ സന്തോഷകരമായ കാര്യങ്ങളുണ്ടാകും, വാർത്തകളുണ്ടാകും. അപ്പോൾ സഹാബികൾ മുബശ്ശിറാത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, മുസ്ലിമിൻ്റെ സ്വപ്നമാണെന്ന് പറഞ്ഞു. വഹിയ ജുസ്ഉം മിൻ അജ്സാഇൻ നുബുവത്തി, അത് നുബുവത്തിൻ്റെ ഭാഗമാണ്. അതാണ് നമ്മുടെ ഈ ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. സ്വപ്നങ്ങൾ നുബുവത്തിൻ്റെ ഭാഗമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, റുഇയൽ മുസ്ലിമി ജുസ്ഉം മിൻ 45 ജുസ്അൻ മിനൻ നുബുവ, നുബുവത്തിൻ്റെ 45-ാമത്തെ പദവിയാണ് ഈ സ്വപ്നങ്ങൾക്കുള്ളത്, നല്ല സ്വപ്നങ്ങൾക്കുള്ളത്. മറ്റൊരു ഹദീസിലുണ്ട്, ഇദഖ്തറബ സമാനു ലം തഖദ് തക്ദിബു റുഇയൽ മുഅ്മിൻ,
അന്ത്യനാൾ അടുത്തു കഴിഞ്ഞാൽ വിശ്വാസിയുടെ സ്വപ്നം കളവാവുകയില്ല, അത് സത്യമാകും. അപ്പോൾ മുഅ്മിന് കാണുന്ന സ്വപ്നത്തിന് സത്യമുണ്ട് എന്ന് പറയുമ്പോൾ ആ മുഅ്മിൻ ഏത് മുഅ്മിനായിരിക്കണം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. എപ്പോഴാണ് സ്വപ്നം സത്യമാകുന്നതെന്ന് നമുക്കറിയണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം.